ഈ പ്രപഞ്ചത്തിലെ ക്ഷണികമായ ഈ ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം എന്ന് കരുതുന്ന ആളുകളാണ് നമ്മൾ. കാരണം എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ലോകത്തിൽ ഭൗതികമായ ലോകത്തിന്റെ ചിന്തകളെ, മലീമസമായ ചിന്തകളെ വിഭാടനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് അവതരിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലൂടെ മധ്യേ തന്നെ അനുചരന്മാരുമായി യാത്ര ചെയ്യുമ്പോ ചത്ത് ചീഞ്ഞ് നാറി പൊടുത്ത് ദുർഗന്ധം വമിക്കുന്ന ഒരു നായയുടെ ശവശരീരം കാണിച്ച് ആരാണ് ഇതിന് ഒരു ദീനാറിന് വിലക്ക് വാങ്ങാനുള്ളത് എന്ന് തന്നെ അനുയായികളോട് ചോദിച്ചത്. ആ സമയത്ത് ദുർഗന്ധം വമിക്കുന്ന ശ്വാനജടം കണ്ട് അനുയായികൾ യാ റസൂലല്ലാഹ്, ജീവനോടെ ഇരുന്നാൽ പോലും ഒരു നായയെ നിങ്ങൾ വില കൊടുത്തു വാങ്ങിക്കാറില്ല, പിന്നെയാണോ ചത്തുപൊടുത്തു നാറി ദുർഗന്ധം വമിച്ച് കിടക്കുമ്പോൾ ആരാണ് ഒരു ബുദ്ധിയുള്ള ആൾ ഇതിനെ വില കൊടുത്തു വാങ്ങിക്കുമോ എന്ന് ചോദിച്ചപ്പോ തന്റെ മുമ്പിലൂടെ കടന്നുപോയ തന്റെ അനുയായികളോട് ഭൗതികമായ ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ തിരുദൂതര് മറുചോദ്യം ഉന്നയിച്ചത്, സഹാബ, ഇതിനേക്കാൾ ദുർഗന്ധം വമിക്കുന്നതാണല്ലോ നിങ്ങൾ ഇങ്ങനെ വില കൊടുത്തു വാങ്ങിച്ച ദുനിയാവ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോ ഭൗതികമായ ജീവിതത്തിന് ആർഭാടങ്ങളും ആഡംബരങ്ങളുമല്ല, യഥാർത്ഥമായ ജീവിതം മരണശേഷമുള്ള ജീവിതമാണ് എന്ന് തന്നെ അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികളോട് യുഗയുഗാന്തരങ്ങളോളം പ്രവാചകന്മാരുടെ പ്രബോധന മാതൃകയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് ഈ ദുനിയാവ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു ഉപഭോഗ വസ്തുവാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ വന്നു എന്ന് മാത്രമല്ല, മനുഷ്യർ മുഴുവനും ഏറ്റവും വലുതായി ഗണിക്കുന്ന ഈ ഭൗതികമായ ലോകത്തിന്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ട് പോലുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ സഹിച്ച് ഏതൊരു ജീവിതത്തിന്റെ ഭാസുരമായ അനുഗ്രഹത്തിന് വേണ്ടി നാം നമ്മുടെ മണിക്കൂറുകൾ മാറ്റിവെക്കുന്നുവോ, ഈ ജീവിതത്തെ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ജീവിതമായി തന്നെ ഗണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഏകത്വത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ പറഞ്ഞ ജീവിതം ഏതാണ്? ജീവിതം എന്താണ്? ജീവിക്കാനാണ് പാടുപെടുന്നതെങ്കിൽ എല്ലാവരും പറയുന്നു ജീവിക്കാനുള്ള നെട്ടോട്ടമാണിത്. സഹോദര, നെട്ടോട്ടമോടേണ്ടത് യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയല്ലയോ? അള്ളാഹു പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു, അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ അധികാര സ്ഥാനം മാറ്റടുടിയ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, അവനാണ് അജയ്യൻ, അവനാണ് ആദി, അവനാണ് അനാദി, അവനാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നത്, അല്ലദീ, അള്ളാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെയും ജീവിതത്തെയും അവൻ സൃഷ്ടിച്ചവനാണ്. ഇവിടെ ഈ ദുനിയാവിന്റെ ജീവിതത്തെ അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു സൃഷ്ടിച്ചത് മരണത്തെയാണ്. വൽ മൗത വൽ ഹയാത, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. ഈ ഭൗതികമായ ജീവിതത്തെ ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു ഇതിനെ ഒരു ജീവിതമായിട്ട് തന്നെ എണ്ണിയിട്ടില്ലല്ലോ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ
മരണത്തെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും സൃഷ്ടിച്ചവനാണവന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നിൽക്കാൻ ഇടമില്ലാതെ മറ്റൊരുത്തന്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലെ സാവകാശമില്ലാതെ കാലുകളിലെ ചക്രം പിടിച്ചതുപോലെ എല്ലാം തകർത്ത് തരിപ്പണമായി നാം നെട്ടോട്ടമോടുന്ന ഈ ജീവിതം ഖുർആന്റെ പരിഗണയിൽ ഒരു ജീവിതമേ അല്ല. കാരണം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ജീവിതം ഏറ്റവും ചെറിയ നൈമിഷികമായൊരു ജീവിതമാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ജീവിതം യഥാർത്ഥ ജീവിതമല്ല. അതുകൊണ്ടാണ് ഖന്തക്കിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി കിടങ്ങു കുടിക്കവേ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറിലേക്ക് കരിങ്കല്ല് വാരിക്കെട്ടി വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ അവിടെ ഇരുന്നു കൊണ്ട് കിടങ്ങു കുടിക്കവേ അവരുടെ ഇരുമ്പായുധങ്ങളെ കരിമ്പാറ കെട്ടിലേക്ക് തറച്ചിട്ട് അത് മുറിക്കാൻ കഴിയാതെ ബലക്ഷയം കാരണത്താൽ തിരിച്ചു വരുമ്പോ ഒട്ടിയ വയറുമായി പ്രവാചകരുടെ ചാരത്തേക്ക് തന്ന് യാ റസൂലല്ലാഹ് നബിയെ, പട്ടിണി കാരണത്താൽ ഞങ്ങളുടെ ആയുധങ്ങൾക്ക് ആ ശക്തി പോലും ഇല്ല നബിയെ എന്ന് പറഞ്ഞ് നിരാശ പറയവേ അള്ളാന്റെ റസൂല ആയുധമെടുത്ത് വാറക്കല്ലിലേക്ക് വെട്ടി അള്ളാന്റെ റസൂല പണിയായുധം വാങ്ങിച്ചു പാറക്കെട്ടിലേക്ക് മുറിക്കുമ്പോ ഇരുമ്പിന്റെ സ്പർശനം പോയി കരിമ്പാറപ്പെട്ടിൽ സ്പർശിക്കവേ അതിൽ നിന്ന് തീപ്പൊരികൾ ചിതറിത്തെറിക്കുമ്പോ പട്ടിണി പാവങ്ങളായ തന്നെ അനുയായികളോട് സ്വഹാബാ, ഈ ചെറുക്കുന്ന തീപ്പൊരിയാരെന്നറിയോ? ഇല്ല നബിയേ, ആദാ കുനൂസ് കിസ്റ, ആദാ കുനൂസ് കിസ്റ. ഇത് കിസ്റയുടെ ഖജനാമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം തന്റെ വയറ്റിലേക്ക് കരിങ്കല്ല് കെട്ടിവെച്ച് പ്രിയപ്പെട്ട അനുയായികൾ നിൽക്കുന്നത് കാണുമ്പോ അവരുടെ മുന്നിലേക്ക് പോയി നിങ്ങളെ പോലെ ഞാനും 2 കല്ലാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അൻസാറുകളായ സഹാബത്തിനോട് സമാശ്വസിപ്പിക്കുമ്പോ ഒരു നേരത്തെ അന്നത്തിന് വടിയില്ലാതെ കരിങ്കല്ലുകൾ തന്റെ വയറ്റിലേക്ക് വെച്ച അനുയായികളോട് ഈ ദുനിയാവില് പട്ടിണി കാര്യമാക്കണ്ട, ഇവിടുത്തെ പ്രയാസങ്ങൾ കാര്യമാക്കണ്ട, ഇവിടുത്തെ കണ്ണുനീരുകൾ പരിഗണിക്കണ്ട, ഇവിടുത്തെ ആകുലതകൾ മനസ്സ് വറപ്പിക്കണ്ട. കാരണം ജീവിതം എന്നത് ഈ ജീവിതമല്ല. അല്ലാഹുമ്മ ലാ ഈശ ഇല്ലാ ഈശൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ വയറ്റിലേക്ക് തന്റെ റിസാലത്തിന്റെ കൈവച്ചിട്ട് മുത്ത് റസൂൽ പറഞ്ഞ ഒരു കാവ്യശകലമുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ ഈശ ഇല്ലാ ഈശൽ ആഖിറ. പടച്ചവനെ, ജീവിതം എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ജീവിതമാണല്ലോ അല്ലാഹ്. ഈ ദുനിയാവൊരു ജീവിതമല്ലല്ലോ റബ്ബേ. ഇത് വിട പറയലിന്റെയും വിരഹത്തിന്റെയും ദുഃഖത്തിന്റെയും കടത്തിന്റെയും ബാധ്യതയുടെയും രോഗത്തിന്റെയും ആകുലതകളുടെയും വ്യാകുലതകളുടെയും കണ്ണീരുകളുടെയും പിണക്കത്തിന്റെയും വൈരാഗ്യത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും എന്ന് വേണ്ട, ഈ ദുനിയാവ് പിശാചിന്റെ താവളമാണ്. യഥാർത്ഥ ജീവിതം ആഖിറമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുന്നത് ഇതല്ല, ആഖിറത്തിലേക്ക് മാറ്റിവെച്ച ജീവിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമേതാ? അത് 70 വർഷത്തെ ജീവിതമല്ല. യഥാർത്ഥ ജീവിതം ഹിസാബിന് ശേഷമുള്ള ജീവിതമാണ്, സിറാത്തിന് ശേഷമുള്ള ജീവിതമാണ്, അല്ലാഹുവിന്റെ ലിഖാഹ് കാണുന്ന ജീവിതമാണ്. ആരാരുടെയും കുത്തുവാക്കുകളില്ലാതെ ഒരാൾ പോലും മനസ്സ് വേദനിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത യതനാസഊന ഫീഹാ ലഗൂന വലാ തഅസീം.
ഞാൻ എന്റെ സഹോദരിമാരോട് ഏറെ പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ, ആദ്യം എന്റെ നഫ്സിനോട് നിങ്ങളുടെ നഫ്സിനോടും ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം. ഇവിടെ നമ്മെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ട്. ആർക്ക് എത്രയെത്ര വാരിക്കോരി കൊടുത്താലും തൃപ്തിയില്ലാത്ത ജീവിതം, എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ചെയ്താലും ആർക്കും നന്ദിയില്ലാത്ത ജീവിതം, പരസ്പരം കുറ്റപ്പെടുത്തലുകളുടെ ജീവിതം, രോഗബാധിതമായ ജീവിതം, കടബാധ്യതകൾ മനസ്സിനെ തളർത്തിക്കളഞ്ഞ ജീവിതം, രോഗങ്ങളെ ജീവിതത്തിന്റെ സന്തോഷം നശിപ്പിച്ചു കളഞ്ഞ ജീവിതം, പ്രയാസങ്ങൾ മക്കളാണെങ്കിലോ ജീവിതത്തിന്റെ സന്തോഷങ്ങളുടെ മേൽ മുള്ളുകൾ വാരി വിതറിത്തന്ന മക്കളെ ഓർക്കുമ്പോ, സ്നേഹം എത്രയേറെ വാരിക്കോരി കൊടുത്തിട്ടും തിക്തഫലം മാത്രം നിന്ന ഭാര്യ ഓർക്കുമ്പോ, ഒരായുസ് മുഴുവനെ സമർപ്പിച്ചിട്ടും സ്നേഹത്തിന്റെ നീരുറവ വറ്റിപ്പോയ ഭർത്താവിനെ ഓർക്കുമ്പോ, എന്തിനാണ് റബ്ബേ ഇങ്ങനെ ഈ ജീവിതമെന്ന് നിരാശയോടെ മനസ്സിലോർക്കുമ്പോ, ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെയോ, യഥാർത്ഥ ജീവിതം ഈ ജീവിതമല്ല. ഹിസാബിന് ശേഷമുള്ള ജീവിതമാണ്, സിറാത്തിന് ശേഷമുള്ള ജീവിതമാണ്, അല്ലാഹുവിന്റെ ലിഖായിനെ കാണുന്ന ജീവിതമാണ്. ആ ജീവിതമാണെങ്കിലോ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തില് ഏകനായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, ന്യായാധിപതിയായ റബ്ബിന്റെ മുമ്പിൽ, സാക്ഷികൾക്ക് വണങ്ങാത്ത റബ്ബിന്റെ മുമ്പിൽ, പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത നീതിമാന്റെ മുമ്പിൽ, ഏകനായ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അവൻ തീരുമാനിക്കുന്ന ഒരു ജീവിതമുണ്ട്. അവനാണ് തീരുമാനിക്കുന്നത്. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ബിസ്സഈർ. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകോ, അതല്ലെങ്കിൽ നരകത്തിലേക്ക് പോകോ. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വാസവും സൽക്കർമ്മവും ജീവിതത്തിൽ ചെയ്ത ആളുകൾ ഈ പരിമിതമായ ജീവിതത്തിന്റെ ഉള്ളിൽ അവിടെ സ്വർഗം കിട്ടുന്നതാർക്കാണ്? ഈ പരിമിതമായ ജീവിതത്തിന്റെ ഉള്ളിൽ 60 70 വയസ്സിന്റെ ആയുസിന്റെ ഉള്ളിൽ വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ സൽക്കർമ്മവും ചെയ്തിട്ട് വിട പറഞ്ഞു പോയവർ, അവസാനം വിട പറയുമ്പോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ, സ്വർഗം കണ്ടിട്ട് വിട പറഞ്ഞു പോയവർ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ, അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചവർ, അല്ലാഹ് എന്ന ചിന്തയിൽ ജീവിച്ച ആളുകൾ, അവര് മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് വബിശിറൂ ബിൽ ജന്നാ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സാലിഹീങ്ങൾ ആരാണോ? മഹാനായ മുഹമ്മദ് ബിൻ യഹ്യ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ ചാരത്ത് നിൽക്കുകയാണ്. മാനവരുടെ സക്കറാ മരണങ്ങളെ കണ്ടവർ നാം, മരണമുഖങ്ങളെ കണ്ടവർ നാം. ഇക്കാക്ക, ഈ ആയത്തോതിയത് നിങ്ങൾ ഒരു പ്രതിഫലത്തിന് വേണ്ടിയാണോ, അതല്ല വേറെ എന്തെങ്കിലും ലക്ഷ്യത്തോടെയാണോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് മഹാനായ മുഹമ്മദ് ബിൻ യഹ്യ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, അറാ ഇന്നി റഅയ്തു റസൂലല്ലാഹ്, ഞാൻ എന്റെ കൺമുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാ. ഈ ആയത്തോതിയത് മരിക്കുന്ന നേരത്ത് ഞാൻ എന്റെ മുമ്പിൽ എന്റെ മുത്ത് റസൂലിനെ കാണുകയാ. ഹബീബായ നബി തങ്ങളുടെ ചിത്രം എന്റെ മുമ്പിൽ നിൽക്കുകയാ. യുബശ്ശിറുലി അൽ ജന്ന, ഹബീബായ നബി തങ്ങൾ എന്നോട് സ്വർഗം കൊണ്ട് സന്തോഷം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരിക്കുന്ന നേരത്തെ ഹബീബായ മുത്തിനെ കാണുക, അല്ലാഹുവിന്റെ റസൂൽ വന്ന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത പറയുക. അല്ലാഹുവേ, ഞങ്ങളുടെ വിട പറയരുത്, നന്നാക്കണേ അല്ലാഹ്. അവസാന നേരത്ത് സക്കറാത്തിന്റെ വേദനയിൽ പിടയുന്ന നേരം,
ആ സമയത്താണ് ഞാൻ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. കടിയുമോ സഹോദരങ്ങളെ, ഇതിനാണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഫരീഖുൻ ഫിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ തീരുമാനമുണ്ടാവുക. അല്ലാഹു മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തോരു സന്തോഷമാണത്. വിട പറയുന്ന നേരം, ഈ ദേഹത്തിൽ നിന്ന് ദേഹി വിട പറയുന്ന നേരം, ജഡികത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ജഡികം ഇങ്ങനെ ആത്മാവ് സലാം പറഞ്ഞ് പറയുന്ന നേരം ആത്മാവ് വിട പറയുകയാണ്. ഇന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എന്തോ ഒരു ശോണിമോ, കടലിന്റെ തിരമാലകൾക്ക് എന്തോ ഒരു ആരവമാണെന്ന്. സന്ധ്യാരാഗമേ വിട പറഞ്ഞാലും പോയ മിന്നലാട്ടമേ തിരികെ വന്നാലും ഇല്ലയില്ല, പോയത് തിരികെ വരില്ല. ആത്മാവ് പോവുകയാണത്രേ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് വിട പറയുകയാണത്രേ. എന്റെ ശരീരത്തിന് ചലനം തന്ന, എന്റെ കണ്ണിന് കാഴ്ച തന്ന, എന്നെ ഈ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട്. എന്റെ റൂഹ് വിട പറയുമ്പോ എന്റെ കൺമുമ്പിലാരാ? മരണത്തിന്റെ സന്ദർഭങ്ങളെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. വൽ തഫത്തിസ് സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമയിദിനിൽ മസാഖ്. മുട്ടുകൾ കൂട്ടിയിടിക്കുകയാണ്, ശരീരം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ്. സക്കറാത്തിന്റെ വേദനയിലെ ഞരമ്പുകൾ ഇങ്ങനെ ത്രസിച്ചു നിൽക്കുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ ഓരോരുത്തരും വിളിച്ചു ചോദിക്കുമത്രേ വക്കീലം മനറാ, ആരാണ് തലയിലൊന്ന് മന്ത്രിച്ചൂതുന്നത്? എന്റെ ശരീരം വിറക്കുന്നുവല്ലോ, എന്റെ കാല് തളരുന്നുവല്ലോ, എന്റെ നെഞ്ച് പിടരുന്നുവല്ലോ, എന്റെ ഉമനീര് വറ്റുന്നല്ലോ, എന്റെ കണ്ണു തുറിക്കുന്നുവല്ലോ, എന്റെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നുവല്ലോ. എന്താണ് എനിക്ക് പറ്റിപ്പോയത്? പ്രേതബാധയാണോ അതോ ജിന്ന് ശരീരത്തിൽ കടന്നനാണോ? സക്കറാത്തിന്റെ വേദനയുടെ വിക്വലതകളുടെ ദൃശ്യാവിഷ്കാരം നടത്തുമ്പോ ഖുർആൻ പറയുകയാണ്, അവൻ വിളിച്ചു ചോദിക്കുമത്രേ വക്കീല മനറാ, ആരാണ് എന്റെ തലയിലൊന്ന് മന്ത്രിച്ചു തരിക? ആകെ 10-60 വർഷം ഇവിടെ ജീവിതമുള്ളൂ. അത് തന്നെ 15 വർഷം ബാല്യം, അടുത്ത 15 വർഷം യുവത്വം പോയി. പിന്നെ പെണ്ണ് കെട്ടിയാൽ ബാക്കിയുള്ള ആയുസ് എങ്ങനെ പോയെന്ന് പറയാൻ പോലും പറ്റൂല. അങ്ങനെ കൗമാരത്തില് 15 വർഷം യൗവനത്തില്, പിന്നെ കല്യാണം കഴിച്ച് ഭാര്യക്കും മക്കൾക്കും, അവസാനം 55 വയസ്സാകുമ്പോ നട്ടല് തളർന്ന് വെറുതെ നാഡീ ഞരമ്പുകളൊക്കെ തളർന്ന് കട്ടിലി കിടക്കുമ്പോ യശുഹറത്ത് ബിലേലോ യ ദൗലത്ത് ബിലേലോ ഹരേ ചീനു ലുട്ടാത്തു മേരി ജവാനി യ കാഗസ് കി കസ്തി വോ ബാരിഷ് കി പാനി, എന്റെ ആ നട്ടപ്പെട്ടു പോയ യൗവനം എനിക്കൊന്ന് തിരിച്ചു തരുമോ എന്ന് കരയുന്ന കട്ടിലിക്കാലുകളോട് കഥ പറഞ്ഞിട്ട് കരയാനല്ലാതെ നമ്മുടെ ആയുസ്സിൽ എന്താ ബാക്കിയുള്ളത്? ഒന്ന് ചിന്തിക്കീ സഹോദരങ്ങളെ, നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഒന്നുമില്ലല്ലോ. ജരാനരകൾ ബാധിച്ച് കട്ടിലി കിടക്കുമ്പോ പരിതപിക്കുവാനല്ലാതെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ നേടിയത്? ഒന്ന് ചിന്തിക്കീ. റമളാൻ വരുവാൻ ചിന്തിക്കണമല്ലോ, പടച്ചോനെ ഞാൻ എന്താ നേടിയത്, എനിക്കെന്താ സൽക്കർമ്മമുള്ളത്? ഒന്ന് കണക്ക് ചെയ്യും. ഹാസിബു ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്കെടുക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് കണക്കെടുക്കി. എന്റെ മുമ്പിൽ നരബാധിച്ചവരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. മോനെ വയസ്സ് ഞാൻ എന്റെ 40 കഴിഞ്ഞു. അത്ര തോന്നൂല അല്ലേ? അത് സന്തൂർ വെച്ച് വിളിക്കണുണ്ട്. അപ്പോ എന്റെ മുമ്പിൽ 40, 20, 30 ഒക്കെ കഴിഞ്ഞവരുണ്ട്. നമ്മൾ ഈ കുശുമ്പും കുന്നായ്മയും ഈ നാട്ടിലെ അബൂജഹലായിട്ട് നമ്മൾ ജീവിക്കണ്ട. എനിക്കെന്തുണ്ട് ഒന്നൊന്ന് ചിന്തിക്കും. എന്താ ഞാൻ നേടിയത് ഇത്രയും നാളുകൾ? കുറെ ആളുകളുടെ ശാപവും പുരാക്കും, കുറെ ആളുകൾക്ക് വേണ്ടി ഞാനൊരു കള്ളിമുള്ളായി എന്നല്ലാതെ അതിനപ്പുറം പടച്ചവനെ എന്റെ ആയുസ് കൊണ്ട് ഈ ഭൂമിയിൽ ഈ 10-40 വർഷം ഞാൻ ജീവിച്ചിരുന്നല്ലോ. എന്താ ഉണ്ടായത്? ചെറുപ്പക്കാരെ, ജീവിക്ക് 30-ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആകുന്നത്. എത്രാമത്തെ വയസ്സിൽ? പറ, എത്രാമത്തെ വയസ്സിൽ?
30 വഫാത്താകുന്നത് 35-ാമത്തെ വയസ്സ്. വഫാത്താകുന്നത് 5 വർഷം കൊണ്ട് 5 നൂറ്റാണ്ടുകളുടെ കർമ്മം ചെയ്തു സഅദ് റളിയല്ലാഹു അൻഹു. അതാണ് ജീവിതം. പറയാൻ എന്തെങ്കിലും ഉണ്ടാകണം. വെറുതെ 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്, വഫാത്താകുന്നത് 35-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ആര്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ആരാ സഅദ് റളിയല്ലാഹു തആല അൻഹു? ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ ബദർ യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുകളോട് യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടവേ, ആ സമയത്ത് സഹാബത്തിന്റെ ഒരു വിഭാഗം ആളുകൾ മുഴുവനും ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ, നീ നിന്റെ മൂസ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയില്ലേ യാ റസൂലല്ലാഹ്? അങ്ങ് ഞങ്ങളോട് കുതിരപ്പട്ടാളത്തെയും പിടിച്ചുകൊണ്ട് പാരാവാരം പോലെ തകർത്തെടുക്കുന്ന ഈ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഈ കുതിരയുമായി സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ എന്നല്ലാണ്ട് റസൂലിന്റെ മനസ്സിലെ സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ, ഉദാരതയുടെ, സമർപ്പണത്തിന്റെ വാക്യം പറഞ്ഞ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് നാം കാണുന്ന ചൈനയിലേക്ക് പോയി വിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് പോയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഅദ് ബിൻ അബീ വഖാസ് സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 35-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ 30-ാമത്തെ വയസ്സിലേക്ക് വിശുദ്ധമായ ദീനിന്റെ വെളിച്ചം പകർന്ന് തന്റെ വീട്ടിൽ തന്റെ ഇസ്ലാമിലേക്ക് വന്ന് 5 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദീനിന് വേണ്ടി സമർപ്പണത്തിന്റെ യൗവനം നടത്തി 35-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല വിട പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബാ തഹറക ലിമൗതിഹി അർശുൽ ജബ്ബാർ. ഈ സഅദ് ബിൻ മുആദ് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും വിറച്ചുപോയി. സഹാബാ, എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട്, 5 വർഷത്തെ പടച്ചറപ്പിലേക്കുള്ള സമർപ്പണ ജീവിതത്തിന്റെ പ്രതിഫലമായി ഈ ഭൂമി ലോകത്തൊരു ചെറുപ്പക്കാരന്റെ റൂഹ് വിട പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തെ പോലും വിറകൊള്ളിച്ചു കളഞ്ഞ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തടക്കാൻ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പെരുവിരലിൽ എഴുന്നേറ്റ് നടന്നത്. കാൽപ്പാദം പൂർണ്ണമായി ഭൂമിയിൽ കുത്താൻ കഴിയാതെ ആരോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് കാൽപ്പാദം താഴെ കുത്താത്തതെന്ന് ചോദിച്ചപ്പോ സഅദ് ബിൻ മുആദിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആകാശലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവരുടെ തിരക്ക് കാരണത്താൽ എന്റെ കാൽപ്പാദം പൂർണ്ണമായി ഭൂമിയിൽ എനിക്ക് കുത്താൻ കഴിയുന്നില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതര് പറഞ്ഞ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല സഹോദരങ്ങളെ, 5 വർഷക്കാലം കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് അവസാനം വിട പറയുന്ന നേരം മയ്യത്ത് നിസ്കരിക്കാൻ ആകാശ ലോകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകളെ തന്റെ മയ്യത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വിരിച്ചെടുക്കിയ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. ഈ ജീവിതമാണ് സമർപ്പണത്തിന്റെ ജീവിതമാവുക. നാളെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹുവേ അസ്റായീൽ വരുമ്പോ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളെ അടയാളപ്പെടുത്താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നല്ലവനായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇങ്ങനെ ഉള്ളവരോടാണ് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു പറയുന്നത്, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക് പോക്കോ, മറുവിഭാഗം നരകത്തിലേക്ക് പോക്കോ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ.
മരിക്കുന്ന സമയത്ത് സ്വർഗം കാണുക, ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ. കാരണം യഥാർത്ഥ ജീവിതം അതാണ്. ഈ ജീവിതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പരാമർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും വൽ ഹയാത, ജീവിതത്തെയും. ഏത് ജീവിതം? ഏത് ജീവിതം? അങ്ങനെയാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്, മരണവും ജീവിതവും. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെ ഉലമാക്കൾ ഖുർആനിന് മലയാള പരിഭാഷ പറ്റൂല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഖുർആൻ പറയുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളാൻ മലയാള ഭാഷയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ ആലിമീങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ ചില ആളുകൾക്ക് പറഞ്ഞ മൂരാക്കന്മാർക്ക് വിവരം തെളിയാഞ്ഞിട്ടാണ്. അല്ല, മൂരാച്ചുകൾക്ക് വിവരം തെളിയാഞ്ഞിട്ടല്ല. ഈ വിവരമില്ലാന്ന് നിങ്ങൾ വിളിക്കുന്ന മൂരാച്ചുകളുണ്ടല്ലോ, അവരത് പറഞ്ഞ വിവരമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഭാഷ ഉൾക്കൊള്ളാൻ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. പറ്റില്ല, മലയാളത്തിൽ പറയാൻ പറ്റില്ല. അല്ലാഹു നൂറു സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫിസ്സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുജ്ജിയ്യിൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക. ഇത് മലയാള ഭാഷയിൽ ഒന്ന് അർത്ഥം പറയണമെങ്കിൽ ഇച്ഛാമായിട്ട് ഇങ്ങോട്ട് വരയ്ക്കേണ്ടി വരും. അതാണ് അറബി ഭാഷ. അറബി ഭാഷയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ജാ സൈദുൻ, സൈദ് വന്നു. അമ്രും വന്നു എന്ന് മലയാളത്തിൽ എഴുതാനേ പറ്റൂ. അറബിയിൽ അത് പറഞ്ഞാൽ ജാ സൈദുൻ, സൈദ് വന്നു, അമ്രുൻ, പിന്നെ അമ്രു വന്നു. ആദ്യം വന്നത് അമ്രാവാം, ആദ്യം വന്നത് സൈദാവാം, രണ്ടിനും ചാൻസ് ഉണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജാ സൈദുൻ, സൈദ് വന്നു, വാവിന്റെ സ്ഥാനത്ത് മാറ്റിയിട്ട് ഫ അമ്രുൻ, അമ്രും വന്നു എന്ന് പറഞ്ഞാൽ സൈദ് വന്ന ഉടനെ തൊട്ടുടനെ തന്നെ അമ്രും വന്നു എന്നാണ്. ഇത് മലയാളത്തിൽ എഴുതണമെങ്കിൽ 4 പേജ് വേണ്ടേ? ജാ സൈദുൻ സുമ്മ അമ്രുൻ, സൈദ് വന്നു സുമ്മ അമ്രുൻ, പിന്നെ അമ്രു വന്നു എന്ന് പറഞ്ഞാൽ സൈദ് വന്നു, വന്നതിന് ശേഷമാണ് അമ്രു വന്നത്. ഇതാണ് വാ മാറ്റിയിട്ട് ഫായാക്കിയാൽ അർത്ഥം, ഫാ മാറ്റിയിട്ട് സുമ്മയാക്കിയ വേറ്റൊരർത്ഥം. മലയാളത്തിൽ ഈ മൂന്നിനും കൂടെ ഒരൊറ്റ അക്ഷരമുള്ളതേതാ? ഇല്ല, വളവളപ്പം മാമനെ തല്ലിക്കൊന്നിട്ട് മാറി സൈദും വന്നു, ഉമ്രും വന്നു, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞത് തബാറക അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, വൽ ഹയാത, ജീവിതത്തെയും. ഏത് ജീവിതം? മരണത്തിന് ശേഷമുള്ള ജീവിതം. മലയാളത്തിൽ എഴുതിയാൽ ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. കാരണം ഇതൊരു ജീവിതമല്ല. കവി പറഞ്ഞതുപോലെ ഈ കളിയൊന്നും ഒരു കളിയല്ല, ഇത് വളരെ നൈമിഷികമാണ്. ഇതാർക്കും നിർവചിക്കാൻ കഴിയാത്ത ജീവിതമാണ്. ഉപ്പ ജീവിച്ചിരിക്കുമ്പോ മക്കൾ മരിച്ചു പോകും, മക്കൾ ജീവിച്ചിരിക്കുമ്പോ ഉപ്പ വിട പറഞ്ഞു പോകും. ഇവരെല്ലാവരും ഇരിക്കുമ്പോ ഒരു വാഹനത്തെ സഞ്ചരിക്കുമ്പോ ഒരു കുടുംബം അപ്പാടെ തകർന്നു പോകും. അവരുടെ കെട്ടിത്തൂക്കിയ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞുകൊടുത്തത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു മരണത്തെയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്നറിയോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ഭൂമിയിൽ ഏറ്റവും നന്മ ചെയ്തവരാരാണെന്നറിയാൻ. ആരാണ് അല്ലാഹു നൽകിയ നൈമിഷികമായ ജീവിതത്തെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ചവരെന്നറിയാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പറഞ്ഞതിന്റെ അർത്ഥമേതാ? മരണശേഷമുള്ള ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഭൂമിയിലെ നന്മ ചെയ്ത സൗഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തെ കുറിച്ചാണല്ലോ ഖുർആൻ വാചാലമായി പറഞ്ഞത്. ഇദാ ദുഃഖത്തിൽ അറുളു ദക്കന് ദക്കാ وجاء ربك والملك صفا صفا
ഈ ഭൂമി കിടുകിടാ പുറക്കപ്പെടുന്ന ദിവസം അതൊരു വല്ലാത്ത ദിവസമാണ്. അതൊരു വല്ലാത്ത ദിവസമാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ സദസ്സിൽ ഇരിക്കുന്നു. സഹാബക്കൾ മുഴുവനും നിങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരു അറാബിയായ മനുഷ്യൻ തന്റെ ഭാര്യയെയും മക്കളെയും കയ്യിൽ പിടിച്ച് സദസ്സിലേക്ക് ഇങ്ങനെ നേരിട്ട് കയറി വന്നു. ആളുകളൊക്കെ അത്ഭുതത്തോടെ നോക്കാണ്. അറാബി, കാട്ടറബി. അറാബി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ആരാ? അറബിയുടെ അനിയനാണ്. അറാബി എന്ന് പറഞ്ഞാൽ അറബിയുടെ കൊച്ചാപ്പാടം പറഞ്ഞല്ല. അറാബി എന്ന് പറഞ്ഞാൽ കാട്ടറബി, ബതുക്കള്. യഥാർത്ഥത്തിൽ ഇന്ന് ഇമാറാത്തിലുള്ള അറബികളിലൊക്കെ യഥാർത്ഥ അറബികൾ ആരാ? ബതുക്കളാണ്, കാട്ടി താമസം. അവരാണ് യഥാർത്ഥ ഇമാറാത്തികൾ, അവരാണ് യഥാർത്ഥ അറബികൾ, കറുത്തവർ. ബാക്കിയുള്ളവരൊക്കെ പല അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ശാഖകളാണ്. അപ്പൊ അയാൾ ഈ കാട്ടി താമസിക്കുന്ന ആളുകൾക്ക് അത്ര വലിയ ആദവും മര്യാദ ഉണ്ടാവൂലല്ലോ. ഒരു കൃഷകാത്രയായ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ ഒരു പെണ്ണിനെയും രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ച് മനുഷ്യൻ നേരെ ഇങ്ങോട്ട് കയറി വന്നു. രണ്ട് സദസ്സിന്റെ മുമ്പിൽ വന്ന് നിന്നു. ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് കണ്ടാ പേടി വരും. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോട് ഉപമിക്കാൻ പറ്റിയ ആരും ഇവിടെ ഇല്ല ഈ സദസ്സിലോ. സദസ്സിലുള്ളവരെല്ലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ഇതല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ഒരു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാൻ പറ്റുന്ന ഒരു ആകാര സട്ടമുള്ള ആളുകളില്ല. ആ മഹാനായ ഉമർ റളിയല്ലാഹുവിന് നേരെ ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും നീ കൊടുക്കണം, നീ ഞങ്ങളുടെ ഖലീഫയാണ്. അഖ്സംതു ബില്ലാഹി ലതഫ്അലന്ന, അല്ലാഹുവിൽ സത്യം ചെയ്ത് ഞാൻ പറയാണ് ഉമറേ, ലതഫ്അലന്ന, നീ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇയാളൊരു സലാം പോലും പറഞ്ഞില്ല. നേരെ ഇങ്ങനെ ഭാര്യ മക്കളെ വലിച്ചെടുത്തോണ്ട് വരിക. ഉമറിന് മുമ്പിൽ പോയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ രാജിവെച്ച മന്ത്രിയുടെ ഓർഡിനറി ബസ് അങ്ങനെ നിന്നമാര് കുരുങ്ങി ഒരു നിപ്പം ഇങ്ങോട്ട് നിന്നിട്ട് ഉമറെ ോട് പറഞ്ഞു. അവനുമറിയില്ലെങ്കിൽ ഞാൻ വന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക, പെയ്തുടങ്ങുന്ന ഒരു ശുഭരാത്രി എന്ന് പറഞ്ഞ ജൂലൈ 13 എന്നതിന്റെ അർത്ഥമുള്ളൂ. നമ്മുടെ ഭാഷ ഇതല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ എന്ത് പറ്റി നമ്മൾ ചോദിക്കൂലേ? എന്റെയൊക്കെ നാട്ടിൽ ഇടിക്കൽ എന്നാ പറ്റിയിടാവോ എന്ന് ചോദിക്കും. എന്നാത്തിനാ, എന്നാടാ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഈ മലപ്പുറംകാരെയൊക്കെയാണോ ഇജ്ജെന്ത് പറ്റി, കജ്ജുമേ പജ്ജിനെ നെജ്ജു എന്നാണ്. അതല്ലേ നമ്മുടെ സംസാര ഭാഷ വേറെയാണ്. ആ സംസാര ഭാഷയിലാണ് ഉമർ റളിയല്ലാഹു ഇപ്പൊ സംസാരിക്കണം. ഇനി അത് മാറാ ഇതിപ്പോ എന്തോ പുകിലാടാപ്പാ ഇത്. നീ വരികയോ പോവുകയോ എന്തോ ചെയ്യും, നമുക്കിപ്പോ എന്താ പ്രശ്നമുള്ളത്? ഇന്നത് ഹബുമാറാ, നീ പോയാൽ എനിക്കെന്താ? ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ചോദിച്ചു, മത്താടിച്ചു നിർത്തി ഇതിനെക്കുറിച്ച് സമാധാനം പറയേണ്ടി വരും ഉമറേ എന്ന് പറഞ്ഞ അറാബി സഹാബത്തി വർത്താനം കേട്ടിട്ട് ചിരിക്കാൻ. അപ്പൊ ഉമർ ആഹോ അങ്ങനെ പറയേണ്ടി വരും മത്ത, അതെപ്പോഴാ എന്ന് പറഞ്ഞപ്പോൾ ഈ അറാബി പാടുകയാണ്, ഉമറേ എപ്പോഴെന്നറിയോ, നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്നോട് ഈ കണക്ക് ചോദിക്കുന്ന ദിവസമേതെന്നറിയോ, യൗമാ തകൂനുൽ ആതിയാതുൽ ജുന്നാ وواقف المسؤول بينهن إما إلى نار وإما جنة. ഉമറേനാളെ പരലോക നാള് ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ചാമകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പരലോക ദിവസം. ആ ദിവസത്തിന് നീയും ഉണ്ടാകും, ഞാനും ഉണ്ടാകും ഉമറേ. ആ ദിവസം ആരാരും സഹായിക്കാനില്ലാത്ത പരലോക ദിവസത്തിൽ ഇമ്മാ ഇലാനാരിൻ വ ഇമ്മാ ജന്നാ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അതല്ലെങ്കിൽ നരകത്തിലേക്ക് എന്ന അല്ലാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി ലോകജനകോടികളോ പടച്ചറപ്പിന്റെ മുമ്പിൽ വിധി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ പരലോകത്തിന് ഞാനും നീയും ഉണ്ടാകും ഉമറേ. എന്നാണ് അല്ലാഹു നിന്നോട് ഇതിനെ ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല ഇത് പറയാനാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ വിവരിച്ചു പറഞ്ഞത്.
ഇതേവരെ ഈ സംഭവം ഇതേവരെ ലാഘവത്വത്തോടെ കേട്ടുനിന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതേവരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അറാബിയോട് തമാശ പറഞ്ഞുകൊണ്ടിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു പരലോകത്ത് നാളെ പടച്ചറപ്പിന്റെ വിചാരണയിൽ സ്വർഗനരകത്തിന്റെ ഇടയിൽ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് അറാബി സൂചിപ്പിച്ചപ്പോ ഉമർ ബുക്കാൻ ശദീദാ, ഉമർ റളിയല്ലാഹു തആല കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അതേവരെ കടന്നു വന്ന കളിതമാശയില്ല, അതേവരെ പറഞ്ഞ ചിരികളില്ല, അതേവരെ പറഞ്ഞു വന്ന വിനോദങ്ങളില്ല. ഉമറിന്റെ മനസ്സിലേക്ക് പരലോകമെന്ന് പറയുന്ന മഹിഷറ എന്ന് പറയുന്ന പടച്ചറപ്പിന്റെ നീതിന്യായ കോടതിയുടെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കേണ്ട ആ ഒരവസ്ഥയെ കുറിച്ച് ബോധം വന്നപ്പോ ഉമർ ബുക്കാൻ ശദീദാ, ഉമർ റളിയല്ലാഹു തആല വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു തആലാവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകി. ആ കണ്ണുനീര് ദാരിരോമങ്ങളിലൂടെ താഴെ കുലിക്കാൻ തുടങ്ങുന്നു. അവസാനം വരച്ചിരി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു തആല ഇരുന്നെടുത്ത് നിന്ന് തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂത്തി വെച്ച് പൊട്ടിക്കരയുകയാ. സദസ് മുഴുവനും നിശബ്ദമായി. ഇതേവരെ പറഞ്ഞ പൊട്ടിച്ചിരിച്ച ഉമറിന് എന്ത് പറ്റി? ഇതേവരെ കളിതമാശ പറഞ്ഞ ഖലീഫയ്ക്ക് എന്ത് പറ്റി എന്നറിയാൻ കഴിയാതെ സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ അറാബിയും ഭാര്യയും പേടിച്ചരണ്ടുപോയി. ആ സദസ് മുഴുവനും നിശബ്ദമായി. ഉമർ റളിയല്ലാഹു തആല അടക്കി പിടിച്ചുള്ള തേങ്ങലല്ലാതെ മറ്റൊന്നും ആ സദസ്സിന്റെ നിശബ്ദതയ്ക്ക് വികാരം സിദ്ധിക്കാതെ വന്നപ്പോ അവസാനം കുറേറെ നേരം കരഞ്ഞ് കരഞ്ഞ് ഉമർ റളിയല്ലാഹു തആല കാൽട്ട് പുറകോട്ട് മാറവേ ഉമർ റളിയല്ലാഹു തആല തന്നെ ഓർക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, നസഹ്തനി യാ ഹബീബി നസഹ്തനി യാ ഹബീബി, എന്റെ കൂട്ടുകാരാ, നീ എനിക്ക് എത്ര വലിയ സതുപദേശമാ തന്നത്. നീ എന്റെ കണ്ണു തുറപ്പിച്ചല്ലോ അറാബി, നീ ഉമറിനെ കരയിപ്പിച്ചല്ലോ അറാബി, നീ ഉമറിനെ കുറിച്ച് പരലോകത്തെ ഓർമ്മിപ്പിച്ചല്ലോ അറാബി. മഹാനായ ഉമർ റളിയല്ലാഹു തആല സഹോദരങ്ങളെ പൊട്ടിച്ചിരിച്ച് നടക്കുന്നതിനിടയിൽ പരലോകം കണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ അവിടെ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ ആരായ ഉമറാരാ? മഹാനായ അനസ് റളിയല്ലാഹു തആല പാതിരാവിന്റെ നിശബ്ദതയിൽ മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ നടുവിലൂടെ പോകുമ്പോ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. എടാ ഉമറേ, നിന്നെ ആരാണടാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചതടാ തമ്മാടി? നീ ഒരു കാലത്ത് മദ്യപാനിയായിരുന്നില്ലേ? നീ ഒരു കാലത്ത് മക്കയിലെ തമ്മാടിയായിരുന്നില്ലേടാ? ആരാണ് നിന്നെ ഇന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നതെന്ന് വാർത്ത കേട്ടപ്പോ അനസ് റളിയല്ലാഹു തആല ഞെട്ടിത്തിരിച്ചു പോയി. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിചാരണ ചെയ്യുന്നത്? ലോകചരിത്രത്തിന്റെ യശോധന്യമായ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുക. അനസ് റളിയല്ലാഹു അൻഹു ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിലോട്ട് പോകുമ്പോ വിചാരണ ഉമറിനെ വിചാരണ ചെയ്യുന്നതാരാ? മുഴുവനെ കിടന്നുറങ്ങുന്ന രാത്രിയിൽ ഈത്തപ്പന മരത്തിലേക്ക് ചാരിയിരുന്നിട്ട് സ്വന്തം വിരല് നെഞ്ചിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല സ്വന്തം ചോദിക്കുന്ന ചോദ്യമാണെടാ ഉമറേ, എടാ ഉമറേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാതിരാത്രിയിലും മദീനക്കാര് ഉറങ്ങുമ്പോ പോലും പാതിരാത്രിയിലിരുന്നിട്ട് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്ത് ആ ശരീരത്തെ നന്മയുടെ പാതയിൽ ഉറപ്പിച്ചു തന്ന ഉമർ റളിയല്ലാഹു അൻഹു പരലോകത്തെ കുറിച്ച് കേട്ടപ്പോ രാജസദസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ഇവിടെ ഈ പ്രിയപ്പെട്ട നടുവന്നോട് തടിച്ചുകൂടിയവരോട് ഏറെ പറയാനുള്ള അവസരങ്ങളില്ല. എന്നാലും ഞാൻ ആഖിറത്തെ കുറിച്ച് ഈ ഭൂമിയിലെ നന്മ ചെയ്തെന്നാരെന്നറിയാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം നടക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഏകാധിപതിയായ റബ്ബിന്റെ മുമ്പിൽ, സർവാധിപതിയായ റബ്ബിന്റെ മുമ്പിൽ അവൻ പറയും, നീ ചെയ്തതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടടാ. നമ്മൾ ചെയ്ത നന്മയും തിന്മയും റഖീബും അതീദും എഴുതി വെച്ചിട്ടുണ്ട്. ഉറപ്പാണല്ലോ.
ഉറപ്പാണല്ലോ. റഖീബ് അതീദ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഇത് യതലക്കൽ മുതലക്കിയാനി അനിൽ യമീനി വാനിശ്ശിമാലി ഖഈദ്. ലപ്തപ്പതിട്ട് നേടിയ രണ്ട് മലക്കുകൾ ഇടത്തും വലത്തും ഇരിക്കുന്നുണ്ട്. ആ മലക്കുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഖഈദുൻ എന്നാണ്, ഇരിക്കുന്നവരെന്നല്ല. നമ്മൾ അർത്ഥം പറയണ അങ്ങനെ, ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും രണ്ട് മലക്കുകള്. പറ കുഞ്ഞുങ്ങളെ, ഞാൻ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയാ, ഇരിക്കുന്നവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകൂലേ? ഒരാൾ ഇരുന്നാലും എഴുന്നേറ്റ് പോകൂലേ? ഖുർആൻ വന്ന് ഇരിക്കുന്നു എന്നല്ല, ഖഈദുൻ ലപ്തപ്രതിഷ്ഠ നേടിയ ആളുകൾ പിന്നെ അവരെ ഇളക്കാൻ പറ്റൂല, എഴുന്നേക്കൂല. കോഴിക്കോട് അപ്സരയിൽ പോയി ബാഹുബലി കാണുമെന്ന 2 മണിക്കൂർ റഖീബ് അതീദും വെളിയിരിക്കട്ടെ, ഞാൻ കണ്ടിട്ട് വരാന്ന് വിചാരിച്ച പറയണ മനുഷ്യ മാറൂല. 4 പേരുടെ കുശുമ്പും കുന്നായ്മയും പറയുമെന്ന റഖീബ് അതീദ് ഇളക്കി വെക്കാന്ന് വിചാരിച്ച നടക്കൂല. ഖഈദുൻ മണ്ട, അവര് ലപ്തപ്പതിട്ട് നേടിയവരാണ്. ഇളക്കല് സാധ്യമല്ല. ഏത് സമയത്തും അവര് നിന്റെ കൂടെ ഉണ്ടാവും. 2 സമയത്തൊഴിച്ച് 2 സമയത്ത് റഖീബ് അതീദും കൂടെ ഉണ്ടാവില്ല. എപ്പോഴാ അത്? എപ്പോഴാ? ഒന്നിനു പോകുമ്പോഴാ, ഇച്ചിരി നേരത്തേക്ക്. അത്രയും ക്ഷിപ്രസാധ്യമായ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഒഴിവായിട്ട് എന്ത് കാര്യം? പറഞ്ഞ ശരിയാണ്. ഈ ഭൂമി തവളം തവളമായി പൊടിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ് 2 നേരങ്ങളിൽ റഖീബും അതീദും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഒന്ന് ഇന്ദൽ ജിമാടി, ഒന്ന് സ്ത്രീ പുരുഷ ബന്ധം നടക്കുമ്പോ, ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്ന സമയങ്ങളിൽ റഖീബും അതീദും ലജ്ജ കാരണത്താൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കും. 2 ഇന്ദൽ ഖലാഇ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോ ആ സമയത്തിൽ ലജ്ജ കാരണത്താൽ റഖീബും അതീദും മാറി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പിന്നെ ബാത്റൂമിൽ കയറിയിട്ട് തെമ്മാടിത്തരം കാണിക്കാന്ന് വിചാരിച്ചാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ 2 സമയങ്ങളിൽ ഒഴിച്ച് എടീ പെങ്ങളെ, നിന്റെ കൂടെ ഉണ്ടാകും റഖീബും അതീദും ഉണ്ടാവും. നിന്റെ നാവ് കൊണ്ട് പറയുന്ന ഒരു കാര്യം പോലും അവരറിയാതെ നിനക്ക് പറയാൻ കഴിയില്ല പെങ്ങളെ, പറയാൻ മൊഴിയാൻ കഴിയില്ല സഹോദരാ. അവരെഴുതി വെച്ച കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. അല്ലാഹു പരലോകത്തെത്തുമ്പോ പറയും, കിതാബ് വായിക്കടാ നിന്റെ കിതാബ്. കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. നിന്നെ വിചാരണ ചെയ്യാൻ ഇന്ന് നീ തന്നെ എഴുതി വെച്ച നിന്റെ കിതാബുകൾ മതി. റഖീബും അതീദും എഴുതി വെച്ച കിതാബ് വായിക്കേണ്ട ജോലി ആർക്കാ? ചിന്തിക്കീൻ, ഇതിന് വരാൻ പോണ ലോകത്തിന്റെ കഥയാണിത്. അത് ഉറക്ക വായിക്കേണ്ടതാരാ? പറമനുഷ്യന്മാര്, നമ്മള് തന്നെ. അവനാന്റെ കിതാബ് തരും. അതാണ് മുഅ്മിനീങ്ങൾക്ക് വലത് കയ്യിൽ തരും, അല്ലാത്തവർക്ക് ഇടത് കയ്യിൽ തരും. അതൊന്നും പറയാനുള്ള സമയമില്ല. ഞാൻ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയാൻ. ഈ ആയത്ത് മാത്രം ഞാൻ ഓതിയ ആയത്തല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ ആമീൻ പറയാത്ത നിർത്തണോ? പിന്നെ ഞങ്ങൾ ആമീൻ പറയാത്ത? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ വായിക്കേണ്ട ജോലി ആർക്കാ? അഹമ്മദ് കബീർ എഴുതി ചെയ്തതും പറഞ്ഞാലേ അവൻ തന്നെ വായിക്കണം. ഓരോരുത്തരും വായിക്കണം. സൂറത്തുൽ ഇസ്രാ ഞാൻ പറയണ മുഴുവൻ ഖുർആനാണ്. അല്ലാഹു പറയും, അത്രയടാ തമ്മാടി, എങ്ങനെ വിളിക്കുക? എടാ തമ്മാടി, മാറി നിൽക്കടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ കൊടും തമ്മാടി, അല്ലാതെ ഞാൻ വെറുതെ വിളിക്കണല്ല. തമ്മാടികളെ മാറി നിൽക്കടാ. മദ്യപിച്ചവർ, പലിശ വാങ്ങിച്ചവർ, അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കിയവർ, ഏത് നസീഹത്ത് കേട്ടാലും മനസ്സിന് മാറ്റം വരാത്തവർ, അല്ലാഹു പറയും വായിക്കടാ നിന്റെ കിതാബ്. ആ കിതാബ് തുറന്നിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങലായി. നമ്മളിരുന്നിട്ട് പരലോകത്തിരുന്നിട്ട് നമ്മൾ തന്നെ എഴുതിയ കിതാബ് വായിക്കുന്ന രംഗം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. വൽഖുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്
യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. തമ്മാടികളും താന്തോന്നുകളും ഈ കിതാബിലും അവര് ചെയ്ത തമ്മാടിത്തരങ്ങളും പോക്രിത്തരങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോ അവര് വിളിച്ചു ചോദിക്കും, യാ വൈലത്തനാ, ഞങ്ങളുടെ നാശമേ, മാരി ഹാദൽ കിതാബ്, ഇതെന്തോ ഒരു കിതാബാണ് തമ്പുരാനെ, ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് അല്ലാഹുവേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ തെറ്റുപോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ അല്ലാഹ്. ചിന്തിക്ക, ഹൃദയത്തിലേക്ക് ചിന്തിക്കും മനുഷ്യരെ. പടച്ചവനെ, ഞാൻ ആരും അറിയാതെ ചെയ്തതിൽ പരസ്യമാണല്ലോ അല്ലാഹ്. ഞാൻ ഈ ചെയ്ത തെറ്റ് ലോകത്തൊരാൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിഞ്ഞ ആളുണ്ടല്ലോ. ആരും അറിഞ്ഞില്ലെങ്കിലും ആരുടെയൊക്കെ വാതിലടഞ്ഞാലും അല്ലാഹുടെ വാതിലടഞ്ഞിട്ടില്ലല്ലോ. ആരും അറിയാതെ ചെയ്തത് അല്ലാഹു അറിഞ്ഞിട്ടുണ്ടല്ലോ. അവൻ അർദ്ധരാത്രിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിവുള്ള എന്റെ റബ്ബുണ്ടായിരുന്നല്ലോ. പടച്ചവനെ, മാലിഹാറൽ കിതാബ്, കൂട്ടുകാരുമായി കള്ളുകുടിച്ചത്, ആരുമറിയാതെ അന്യപുരുഷനോട് നടന്നത്, എല്ലാ കൃത്യസമയത്ത് രേഖപ്പെടുത്തിയല്ലോ അല്ലാഹ്. മാലിഹാറൽ കിതാബ്, ഇതെന്തോ ഒരു വേദഗ്രന്ഥമാണ് റബ്ബേ, ഇത് ഖുർആനാണ് പറയുന്നത്. ഇതിൽ യാതൊരുവിധ ലാ റൈബ ഫീഹി, ഇതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല. അല്ലാഹു നമുക്ക് നന്മ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ വായിക്കുമ്പോ 4 മണിക്ക് ഹൈസ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ ഫ്രണ്ടില് പോയ പെണ്ണിനെ ഒന്ന് മെല്ലെ ഇങ്ങനെ ആരും അറിയാതെ ഗ്ലാസിന്റെ ഇടക്കടെ നോക്കിയിടും. എഴുതി വെച്ചിട്ടുണ്ട്, കാരണമാരാ, നീ നോക്കിയടാ പെണ്ണ് പോലും കണ്ടില്ല, പക്ഷേ കണ്ട ഒരാളുണ്ട്. അവനാണ് കണ്ണിന്റെ കണ്ണനോട്ടത്തെ അറിയുന്നവന്. ചാരി വെച്ച കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിലൂടെ നീ പോയി നോക്കിയത് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിഞ്ഞ ഒരാളുണ്ട്. അവനാണ് കണ്ണിന്റെ വഞ്ചനാ നോട്ടത്തെ തിരിച്ചറിഞ്ഞ അല്ലാഹ്. അവനാണ് ലോകത്തിന്റെ സിദ്ധാവായ അല്ലാഹ്. അവൻ നിലവിളിക്കും, അല്ലാഹുവേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ തെറ്റുപോലും വിടാതെ വിട്ടിട്ടില്ലല്ലോ റബ്ബേ. വവജദൂ മാ അമിലൂ ഹാദിറാ. അവര് ജീവിതത്തിൽ ചെയ്തതെല്ലാം തത്സമയം കാണുമത്രേ. ആഖിറത്തിൽ ലൈവാണ്. ഇപ്പൊ എന്റെ പ്രസംഗം ലൈവായിട്ട് ധാരാളം ആളുകൾ കാണുന്നുണ്ട്. ആഖിറത്തിൽ ലൈവാണ്. നീ ചെയ്തത് പടം വരച്ച് വെച്ചിരിക്കല്ല. സൂറത്തുൽ കഹ്ഫ് ഹാളിറ. നീ ചെയ്തതൊക്കെ ഹാളിർ. ഹാളിർ എന്ന് പറഞ്ഞ അറബി ചാനലൊക്കെ ഇടുമ്പോൾ എഴുതിയിട്ടാണ് ഹാളിർ എന്ന് പറഞ്ഞ. ഹാളിർ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ, അത് മദ്രസയിൽ പോയിട്ടില്ല, ഉസ്താദ് പേര് വിളിക്കുമ്പോ ഹാലർ പറയില്ല. എന്താർത്ഥം? ലൈവായിട്ട് ഇവിടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ലൈവാണ് അവിടെ. ഇങ്ങനെ അള്ളാഹു കാണിക്കും ചെയ്തതൊക്കെ അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തന്ന അഭിമാനത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഇതൊക്കെ കാണുമ്പോ മഴ എന്തായി? പോയാ? നമുക്കൊന്ന് ദുആ ചെയ്ത് വരും, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കണേ. അങ്ങനെ ഇത് കിടന്നിട്ട് നിലവിളിക്കുമ്പോഴാണ് അള്ളാഹു പറയും അത്രേ. അള്ളാഹു പറയും, നിന്റെ ഈ നന്മയാണോ തിന്മയാണോ കൂടുതലെന്ന് തൂക്കി നോക്കും. ഇപ്പൊ കിതാബ് കിട്ടി, അതിനകത്ത് നന്മയും തിന്മയും എഴുതിയിട്ടുണ്ട്. ഇനി നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ? അതിനാണ് പിന്നെ മീസാൻ എന്ന ത്രാസിലേക്ക് പോവുക. ആ ത്രാസിലേക്ക് നിന്റെ ഏട് വെക്കും. അപ്പൊ ആർക്ക് നന്മയുടെ ഭാരം കൂടുന്നുവോ
ആരുടെ നന്മയുടെ ത്രാസിനാണോ ഭാരം കൂടുന്നത് അവൻ നാളെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടും. അല്ലാഹു നന്മയുടെ ത്രാസിന് അല്ലാഹു ഭാരം നൽകുമാറാകട്ടെ. ആമീൻ പറ. നന്മയുടെ ത്രാസിന് അല്ലാഹു ഭാരം നൽകട്ടെ. ചുരുക്കി പറയാണ്, നന്മയുടെ ത്രാസിൽ നാളെ മീസാൻ എന്ന ത്രാസി ഭാരം കൂടുമ്പോ ആ സമയത്ത് ഭാരം കൂടുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യോ? ഇതാ നന്മയുടെ ത്രാസിന് ഭയങ്കര ഭാരമാണ്, നല്ല വെയിറ്റ് ഉള്ള അമല് വേണം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. നാളെ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട്. ആ വാക്കുകൾ മീസാൻ എന്ന ത്രാസിൽ ധാരാളം ഭാരം തൂങ്ങുന്ന വാക്കുകളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ വാക്ക് നിങ്ങൾ ധാരാളമായിട്ട് പറയണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയും. ഇപ്പൊ തന്നെ നമ്മുടെ മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂട്ടാൻ പെണ്ണുങ്ങളെ, സന്ധ്യാസമയത്ത് പണ്ട് കാലത്തൊക്കെ നോമ്പിന്റെ സമയത്ത് പള്ളികളിൽ ഇത് പറയാറുണ്ടായിരുന്നു, നമ്മുടെ വീടുകളിൽ ഇത് പറയാറുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിലും പള്ളികളിലും ഇതില്ല. ഉണ്ടോ? പണ്ട് നോമ്പിന്റെ സമയത്ത് പറയും മീസാൻ എന്ന ത്രാസിൽ 8 ഭാരമാണ്, ഇത് നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം. ഇൻഷാല്ലാ ചെയ്യൂലേ? എന്തിനാന്ന് ചോദിച്ചാൽ ബാക്കി ഉസ്താദ് പറഞ്ഞു, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരം തൂങ്ങിയിട്ടേ കഥയുള്ളൂ. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോളി. വലിയ അമലൊന്നും നമുക്കില്ല, വലിയ സദഖയൊന്നും ഇല്ല. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിച്ച് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. രാത്രിയിൽ വൈകി ഉറങ്ങുന്നവനെ റസൂലുള്ളാഹി വെറുത്തിരുന്നെന്ന് ഹദീസിൽ കാണാം. وكان رسول الله صلى الله عليه وسلم يكره الكلام بعد العشاء. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നതിനെ നബി തങ്ങൾ നിരോധിച്ചിരുന്നു. ഇന്ന് നമ്മൾ മുഴുവൻ ആളുകളും പ്രധാനപ്പെട്ട ടിവിയിലെ പരിപാടികൾ ഇശാക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തഹജ്ജുദും സുബഹിയും മുടക്കമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമുരി, രാക്കഥ പറഞ്ഞിട്ട് ആളുകൾ വട്ടം കൂടിയിരിക്കുന്നതിനെ നബി തങ്ങൾ കർശനമായി വിലക്കിയിരുന്നു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര് വീട്ടിൽ കയറുന്നത് 12 മണിക്കാണ്. അതുവരെ രാക്കഥ, സുബഹിയില്ല, തഹജ്ജുദില്ല. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജീവിതം പണ്ട് 9 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ടേ, ഇന്ന് 12 മണിയായാലും മക്കൾ കിടന്നുറങ്ങൂ ഇല്ല. എന്തുകൊണ്ട്? നമുക്ക് എത്ര സുന്നത്തുകളാണ് പോയത്. രാവിലെ സുബഹിന്റെ നാദം നടുവന്നൂർ പള്ളിയിൽ കേൾക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം പള്ളിയിൽ കേട്ടു. സത്യവിശ്വാസികൾ എഴുന്നേറ്റു. അമ്പലത്തില് നമ്മുടെ കൗസല്യ സുപ്രജ MS സുബ്ബലക്ഷ്മി അല്ലേ? കൗസല്യ സുപ്രജ പാടിയ ഒരു ഗായികയില്ലേ? MS സുബ്ബലക്ഷ്മി അല്ലേ? നിങ്ങൾ എന്നിട്ട് മനുഷ്യന്മാരപ്പാ. ഹദീസ് മാത്രം ഇതൊക്കെ പഠിച്ചിരിക്കണം. നമ്മുടെ വായനയും ലോകവും. MS സുബ്ബലക്ഷ്മി അല്ലേ? അതെ. രാവിലെ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഇവിടെ അയ്യപ്പ സേവാ സംഘത്തിലെ ചെറുപ്പക്കാരൊക്കെ വോളണ്ടിയേഴ്സ് ആണ്. അൽഹംദുലില്ലാ, കലാപത്തിന്റെ ലോകത്ത് സമാധാനത്തിന്റെ സദസ്സ് തീർത്തവർ. അള്ളാഹു ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ. വളരെ അപൂർവമായ നാടുകളെ അങ്ങനെയുള്ളൂ. രാവിലെ സുബഹിന്റെ ബാങ്ക് കേൾക്കും പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, നന്മയുടെ പുലരിവിടരായി. അപ്പുറ അതേ സമയത്ത് അമ്പലത്തിൽ നിന്ന് പ്രഭാതത്തിന്റെ വന്ദനവും മുടങ്ങി. കൗസല്യ സുപ്രചാരവും അപൂർവ സന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. രാവിലെ പ്രഭാതത്തിൽ കേൾക്കുന്ന നന്മയുടെ പ്രാർത്ഥനയുടെ ദൈവത്തിലേക്ക് അടുക്കുന്ന സ്മൃതിപദങ്ങളുടെ വിളിയടയാളങ്ങൾ മിനാരങ്ങളിലും അമ്പലങ്ങളിലും ഒരേപോലെ ഒരുമിച്ച് കേൾക്കുന്ന പ്രഭാതങ്ങളിൽ ഭക്തിയെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ടൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മഗ്രിബിന് ബാങ്ക് മുടങ്ങുമ്പോ ആ സമയത്ത് പെങ്ങളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഖബറിനെ കുറിച്ച് ഓർക്കേണ്ട
സമയമാണ് മഗ്രിബിന്റെ ബാങ്ക്. ഇതേവരെ വെളിച്ചം പിന്തുടർന്നല്ലോ അല്ലാ, ഇതുവരെയുള്ള വെളിച്ചം മങ്ങിയല്ലോ റബ്ബേ, ഇരുട്ട് പരക്കുന്നല്ലോ അല്ലാ. ഞാൻ ഇതേപോലൊരു ഇരുട്ടിൽ പോയി കിടക്കേണ്ടവളല്ല റബ്ബേ. ഇന്ന് ഇരുട്ടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുന്നത്. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോ ഖബറിനെ കുറിച്ച് ഓർക്കുന്ന പെണ്ണുങ്ങളെവിടെ? സീരിയലിന്റെ മുമ്പിൽ ഭജനമിരുന്ന പെണ്ണുങ്ങളെവിടെ? അതുകൊണ്ട് നിങ്ങളുടെ മീസാൻ എന്ന ത്രാസിനെ ഞാൻ നീട്ടുന്നില്ല. ഏറ്റവും പ്രതിഫലമുള്ള വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവിന്റെ ഈ വാക്കുകൾ നിങ്ങൾ നിർബന്ധമായ റമളാനിൽ ചൊല്ലണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ വയ്യായികയിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ റമളാനിൽ, ഇനി റമളാന് മുമ്പ് ഒരു പ്രഭാഷണം ഇവിടെയില്ല, അവസാനത്തെ പ്രഭാഷണമാണ്. റമളാനിൽ ഞാൻ വിദേശത്ത് കുറെ പരിപാടി ഉള്ളത് കൊണ്ട് റമളാൻ പ്രഭാഷണം ഏറ്റിട്ടുമില്ല. ഇനി നമ്മൾ കാണുന്നത് ചിലപ്പോ കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. ആർക്കറിയാം, കാണുമോ എന്നറിയില്ല. കൂടെയില്ല ജനിക്കുന്ന നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ. ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നറിയില്ല. ആദ്യം ആരാണ് മരിക്കുന്നതെന്നറിയില്ല. എന്റെ മയ്യത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കുമോ? നിങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോ? അറിയില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുമ്പോ നിങ്ങൾ ഇതൊക്കെ ചൊല്ലണേ എന്ന് പറഞ്ഞത് റമളാനിൽ ഇരുന്നിട്ട് ഈ നടുവന്നൂര് ബാക്കവിയുടെ വാല് കേട്ട ആരെങ്കിലും ചൊല്ലിയാൽ, ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളുണ്ട്, ആരെങ്കിലും ഒന്ന് ചൊല്ലിയാൽ ഇവനെങ്ങാനും മരിച്ചു പോയാൽ ഖബറിലേക്കൊരു വെളിച്ചമാകുമല്ലോ. വല്ലാഹി പലരും പറഞ്ഞ് പരത്തുന്ന വാക്കവിക്കപ്പുറം നിങ്ങൾ അറിയാത്തതുണ്ട്. ഞാൻ അവിടെയൊക്കെ കിടക്കുന്നില്ല. പക്ഷേ ഇത്രയും നാള് വാല് പറഞ്ഞിട്ട് ജീവിതത്തിൽ കൂരമ്പുകൾ, വിമർശനത്തിന്റെ കൂരമ്പുകൾ വരുമ്പോഴും ബാക്കിയേടെന്നറിയോ? മുമ്പിൽ ഇങ്ങനെ നേരത്തെ വന്നിരുന്നിട്ട് പുഞ്ചിരിയോടെ കാണുന്ന ഈ ചെറുപ്പക്കാരുടെ മുഖങ്ങൾ വാക്കവി വരുന്നുണ്ടെന്നറിഞ്ഞ് നേരത്തെ തന്നെ ഓടിയെത്തി ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇത്രയേറെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പനിയാണെന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും പൊടിയാടെ നിൽക്കുന്ന ഈ സ്നേഹത്തിന്റെ ബന്ധുക്കൾ നാളെ മരിച്ചു എന്നറിഞ്ഞാൽ, അഹമ്മദ് കബീർ അവന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലെ ശരീരത്തിന്റെ റൂഹ് വിട പറഞ്ഞിട്ട് അവനവന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കുമ്പോ ഇന്നെനിക്ക് ഒടുക്കത്തെ തിരക്കാണ്. കാരണം എന്തെന്നറിയോ? നാവിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ബുക്ക് ചെയ്യാൻ തിരക്കാണ്. എന്റെ അണ്ണാക്കിൽ വെള്ളം പറ്റിയിട്ട് അനങ്ങാൻ കഴിയാതെ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോ ആ സമയത്ത് പരലോകത്തിലേക്ക് ആരെങ്കിലും ഇനി കാണാനുണ്ടോ? മയ്യത്തെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞെന്റെ ഈ മണ്ണിന്റെ മുകളിലുള്ള അവസാനത്തെ കാഴ്ചക്ക് തിരശീല ഉയരുമ്പോ അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. മയ്യത്ത് വീട്ടില് കാണേണ്ടവരൊക്കെ കാണാനുണ്ടോ? ഇനി ആരെങ്കിലും മയ്യത്തെടുക്കാൻ പോവുകയാണ്. മണ്ണിന്റെ മുകളിലെ അവസാനത്തെ നിമിഷം അവിടെ നിന്ന് മണ്ണിന്റെ ഇടയിലേക്ക് കുടിച്ചിടുമ്പോ മുൻകരനെ കീറുമെന്ന് ചോദ്യത്തിന് എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോ ചായങ്ങളില്ല, ചമൽക്കാരങ്ങളില്ല, ആശ്രിതരില്ല, അനുയായികളില്ല. ആ സമയത്ത് ഖബറിലേക്ക് വന്നിട്ട് നിന്റെ വാല് കേട്ടിട്ട് എത്ര ആളുകളെ ദിക്റ് ചൊല്ലി, എത്ര ആളുകൾ സ്വലാത്ത് ചൊല്ലി, എത്ര ആളുകൾ നന്മകൾ ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിന് ജീവിതത്തിലൊരു മുതൽക്കൂട്ടാകുമെന്ന് കരുതിയിട്ടാണ് പെങ്ങളെ. അല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇരൽപ്പം കഴിഞ്ഞാല് ഞാൻ പിരിഞ്ഞു പോകും. ഇനി നമ്മൾ എവിടെ വെച്ച് കാണാൻ? എന്തിനാണ് ഈ സുഹൃതങ്ങളെന്നറിയുമോ? നന്മകളുടെ ഭാരങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ർ പതിവാക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള അമലേതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവമാണ്. മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരം തഹജ്ജുദിനല്ല, ഏറ്റവും ഭാരം നോമ്പിനല്ല, സൽസ്വഭാവത്തോടാണ്. ആരോടും കുറ്റം പറയാത്ത സൽസ്വഭാവം, ഒരാളെ വിമർശിക്കാത്ത സൽസ്വഭാവം, കള്ളം പറയാത്ത സൽസ്വഭാവം, എല്ലാവർക്കും നന്മ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടായാലും മതി. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ മുത്തഖീങ്ങളെ. വലിയ നിസ്കാരങ്ങളില്ലെങ്കിലും, വലിയ നോമ്പുകളില്ലെങ്കിലും, വലിയ ദിക്റില്ലെങ്കിലും, വലിയ തലപ്പാവൊന്നുമില്ലെങ്കിലും, ചെറിയ ഒരു തട്ടമാണെങ്കിലും മനസ്സ് ശുദ്ധമാണോ? ഹൃദയത്തിലെ നന്മയുടെ വിചാരമാണോ?
ഹുസ്നുൽ ഖുൽഖി സൽസ്വഭാവം ഉണ്ടാവുക. അല്ലാഹു നമുക്ക് സൽസ്വഭാവം നൽകട്ടെ. അല്ലാഹു നമുക്ക് സൽസ്വഭാവം നൽകട്ടെ. മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരം കൂടുന്ന നന്മകളാണിത്. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. ആ മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടിയാൽ സ്വർഗമാണ്, സ്വർഗമാണ്. ഭാരം കുറഞ്ഞാൽ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ഭാരം കുറഞ്ഞാൽ നരകമാണ്. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കുമാറാകട്ടെ. കാരണം സ്വർഗമെന്നാൽ ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിർത്തുകയാണ്. ഇവിടുത്തെ ജീവിതം ജീവിതമല്ല, ഇവിടെ ദുഃഖങ്ങളുടെ ജീവിതമാണ്. ദുഃഖമില്ലാത്ത ജീവിതം, മരണമില്ലാത്ത ജീവിതം, കടമില്ലാത്ത ജീവിതം, ക്ലേശമില്ലാത്ത ജീവിതം. ഫലാ ലഗുവൻ വലാ തഅതീമ ഫീഹാ വമാ ഫാഹു ബിഹി അബദൻ മുഖീമൂ. അത് നാളെ അല്ലാഹു നമുക്ക് അവന്റെ സ്വർഗത്തിലാണ് തരിക. അല്ലാഹു ആ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. അതിനാണ് നാളെ നോമ്പുകാരൻ അല്ലാഹു സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തെ തുറന്നു വെക്കുന്നത്. അതുകൊണ്ട് റമളാൻ വരുന്ന മുഅ്മിനീങ്ങളെ, ശഅബാൻ അവസാനിക്കുന്ന മുത്തഖീങ്ങളെ, അല്ലാഹുവിന്റെ റമളാനിനെ പരമാവധി സ്വീകരിച്ച് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرد به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. അർഹമുർറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെ മാരക രോഗങ്ങൾ വന്നിട്ട് ജീവിതം ദുസ്സഹമായി പോയവർ, അവരെയൊക്കെ നീ കാത്തോളണേ അല്ലാ. അവരെയൊക്കെ നീ കാത്തോളണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഒരു തലവേദന വന്നാൽ പിന്നെ റിസൾട്ട് വരുന്നത് മാരാരോഗത്തിന്റെ ഉടമയെന്നാണ്. അല്ലാഹുവേ, മരണം വരെ ശരീരം തളർന്നു പോകുന്ന മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. അൻഫാസ് കൂരിക്കണ്ടി 6666 രൂപ, MK പ്രദേശ് 6666 രൂപ. അവരെ കൂട്ടായ്മയിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ പെട്ട് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി ആരും നോക്കാനില്ലാതെ നടുറോഡിൽ ചിതറി തെറിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നും മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കി താ റബ്ബേ. ഈ വിനീതന്റെ ഖുർആനിന് വേണ്ടിയുള്ള സേവനത്തെ നീ കബൂലാക്കണേ അല്ലാ. നാട് മുഴുവനും ഹാഫിളീങ്ങളെ കൊണ്ട് നിറക്കണേ അല്ലാ. നാളെ മരിക്കുന്ന സമയത്ത് ഹാഫിളീങ്ങൾ നിറഞ്ഞു നിന്ന് ദുആ ചെയ്യുന്ന നല്ല മരണം നൽകണേ അല്ലാ. ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച് ഇവിടുത്തെ മദ്രസയുടെ പ്രവർത്തകർ, വാട്സപ്പിന്റെ കൂട്ടായ്മകൾ, റബ്ബേ, അവരെ നീ കൈവിടല്ലേ അല്ലാ.
അവരെ കച്ചവടത്തില് ബറക്കത്ത് നൽകണേ അല്ലാ, അവരെ നീ കയ്യേക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന വോളണ്ടിയേഴ്സ്, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി സമർപ്പിച്ച ഈ സാധുക്കളായ ചെറുപ്പക്കാർ, നീ അവരെ കൈവിടല്ലേ അല്ലാ, നീ അവരെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സില് സദക്ക ചെയ്ത ഓരോ സഹോദരങ്ങൾ 6666 സദക്ക ചെയ്തത് പല പ്രതീക്ഷകളിലാണ്. അല്ലാഹുവേ, അത്ഭുതങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിലേക്ക് നൽകിയവരുണ്ട്. വിനീതന്റെ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ ഉണ്ടാവാൻ അബ്ദുള്ള നാദാപുരമോ, നീ ഇത് സബലീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണവും വരുത്തല്ല റബ്ബേ. ഞങ്ങളെ നീ പരീക്ഷണത്തിന് വിധേയമാക്കല്ലേ അല്ലാ. നീ തന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തണേ അല്ലാ. ഇതിൽ വന്ന ചെറുപ്പക്കാരൻ്റെവർക്കൊരു നല്ല ഭാവി നൽകണേ അല്ലാ, നല്ല ഭാവി നൽകണേ അല്ലാ. പടച്ചവനെ, വാളിനു വേണ്ടി എപ്പോഴും നേരത്തെ എത്തി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നീ അവരെ കൈപിടിച്ച് നീ അവരെ ജീവിതത്തിൽ കൂട്ടാകണേ റബ്ബേ. പടച്ചവനെ, അവസാനം മരിക്കുന്ന നേരെ സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുമ്പോ സ്വർഗാവകാശികൾ പെടുത്തണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീൻ പറയാൻ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ. ശരീരം കുഴയുന്നു റബ്ബേ. പിന്നെ നിന്റെ ദീൻ പറയാനുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ജനത്തെ കണ്ട് നിന്നതാണ് റബ്ബേ. നീ കിടത്തിക്കളയല്ലേ അല്ലാ. നിന്റെ ദീൻ പറയുന്നപടിയായ മക്കളാക്കണേ റബ്ബേ. മക്കള് കാരണത്താൽ വേദനിപ്പിക്കല്ലേ അല്ലാ, മക്കള് കാരണത്താൽ വേദനിപ്പിക്കല്ലേ അല്ലാ. ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ഈ വിനീതന്റെ വാള് കേട്ടിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സാധുവിനെ നീ നന്ന മക്കളെ ഹാഫിളീങ്ങളാക്കി തരണ റബ്ബേ. ബുദ്ധിശക്തി നൽകണേ അല്ലാ. പൊന്നുമോൾ കാഫിയത്ത് നൽകണേ അല്ലാ. ജീവിതത്തിന്റെ സൗഭാഗ്യമായി വന്ന എന്റെ പ്രിയപ്പെട്ടവൾ, നീ അവൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ഭാര്യ മാതാവിന് ആഫിയത്ത് നൽകണേ അല്ലാ. മരിച്ചുപോയ ഭാര്യാപിതാവിന്റെ കബറിടം വിശാലമാക്കണേ അല്ലാ. കട്ടപ്പെട്ട് വളർത്തിയ പൊന്നുമ്മക്ക് നീ ശിഫ നൽകണേ അല്ലാ. നാടിന്റെ നാനാഭാഗത്തിരുന്നിട്ട് ലൈവായിട്ട് എന്റെ കുട്ടികൾ ഈ വകള് കേൾക്കുന്നുണ്ട്. എല്ലാ സദസ്സിലെത്തുന്ന പൊന്നാനിയിലും മണ്ണാർക്കാടുമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. ദുബൈയിലിരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളുണ്ട്. എന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാമെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് നിന്നവരുണ്ട് റബ്ബേ. ഇന്ന് ദുബൈയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോയ ഒരു കുഞ്ഞുണ്ട് റബ്ബേ. നീ ഞങ്ങളുടെ പ്രവാസികളെ കാത്തോളണേ അല്ലാ, കാത്തോളണേ അല്ലാ. എന്റെ സുഹൃത്ത് തലാലു മുഹമ്മദിന്റെ ഉപ്പ വീണ് രോഗത്തിലാണ് റബ്ബേ. നീ ശിഫ നൽകി ദീനിനേറെ ഖൈർ ചെയ്യുന്ന പ്രിയപ്പെട്ട പിതാവിനെ ആരോഗ്യത്തോടെ തിരിച്ചു വരുത്തണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ഏറെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അബുദാബി മാടായി KMCCയുടെ പ്രസിഡന്റ് മൊയ്തി സാഹിബിന്റെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു പോയി. മൊയ്തി സാഹിബിന്റെയും ഹാരിസിന്റെയും ഉമ്മ ഉപ്പാന്റെ അടുക്കിലേക്ക് യാത്രയായി. നീ കബറിടം വിശാലമാക്കണേ അല്ലാ, കബറിടം വിശാലമാക്കണേ അല്ലാ. ദറജകൾ ഉയർത്തണേ അല്ലാ. സുഹൃത്ത് സുൽത്താൻ പാലസ് സലാം സാഹിബിന്റെ പെങ്ങളുടെ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് 99% പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞൊരു 16 വയസ്സുകാരൻ കോട്ടക്കൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു, ഉസ്താദേ, ഡോക്ടർ 99% പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞത്. റബ്ബേ, ആര് കൈവിട്ടാലും നീ കൈവിട്ടില്ലെങ്കിൽ പ്രതീക്ഷയുണ്ടല്ലോ. ആ 16 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ, തിരിച്ചു കൊണ്ടുവരണേ അല്ലാ, തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. ജീവിതത്തിന്റെ സൗഹൃദ ബന്ധങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മരിച്ചുപോയവരുണ്ട്. കൊണ്ടോട്ട് സഫാ നിസാറിന്റെ സഹോദരനുണ്ട്, കബറിലാണ്, അപകടത്തിൽ മരിച്ചുപോയി. ഞങ്ങളുടെ സുഹൃത്തുക്കൾ എത്രയെത്ര കബറിലുണ്ട് റബ്ബേ. നീ അവർക്ക് എല്ലാവിധ മഗ്ഫിറത്തും നൽകണേ അല്ലാ. വേണ്ടപ്പെട്ടവർ സഹായിച്ചവർ ഖത്തറിലുള്ള തൃശ്ശൂർ ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലപ്പെട്ടതാണ് റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ഖുർആന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ വലിയ പ്രതീക്ഷകളോടെ ഏറ്റെടുത്ത സഹോദരങ്ങളുണ്ട്. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. ആ ദൗത്യത്തെ നീ പൂർത്തിയാക്കി തരണേ അല്ലാ.
ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഫേസ്ബുക്കിലൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വാട്സപ്പിലെ 30,000-ഓളം സുഹൃത്തുക്കൾ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് ആരൊക്കെ പറഞ്ഞു, അവരെയൊക്കെ ഈ ദുആയിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാൻ മദീന റൗളയുടെ ചാരത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മുത്തിന്റെ ചാരത്തൊന്ന് മുത്തിമണത്താൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ, ഹറമിന്റെ മത്താഫിലൂടെ ഒന്ന് തൽബിയത്ത് ചൊല്ലി നടക്കാൻ, സഫാ മർവയുടെ ഇടയിലൊന്ന് ഓടി നടക്കാൻ, അവസാന മുൽതസിമിന്റെ താടവന്ന് പൊട്ടിക്കരന്ന് ദുആ ചെയ്യാൻ ഞങ്ങളെ നീ നിന്റെ ഹറമിന്റെ തിരുമുറ്റത്തെത്തിക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്